നമസ്കാരം. ഞാൻ മൊയ്തീൻ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. എത്ര പറഞ്ഞാലും ഏതെല്ലാം ഉപദേശം കൊടുത്താലും എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഈ മുസ്ലിം ലീഗ് എന്ന സംഘടന ഒരിക്കലും നന്നാവില്ല. വളരെ ദുഃഖത്തോടെ പറയട്ടെ, ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുന്ന ഒരൊറ്റ കാക്കാരും ഇന്ത്യയിലില്ലേ, അല്ലെങ്കിൽ കേരളത്തിലില്ലേ? ഈ സമുദായം എത്ര ലക്ഷങ്ങൾ, എത്ര കോടികളുടെ, എത്ര വിദ്യാസമ്പന്നരാണ്. ഈ വിദ്യാസമ്പന്നരായ ഈ കാക്കന്മാർക്കും തലയിൽ ബുദ്ധിയില്ലേ? ഇന്ന് കേരളത്തെ നശിപ്പിക്കാൻ പോകുന്നത്, BJP ഭരണം കൊടുക്കാൻ പോകുന്നത് ഈ നെറികെട്ട മുസ്ലിം ലീഗ് ഒരു സംഘടന തന്നെയാണ്. അത് മനസ്സിലാക്കി ഈ കാക്കന്മാർ മനസ്സിലായില്ലോ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞു ആ പൂഞ്ഞാറ്, ഞാൻ പേര് ഉച്ചരിക്കില്ല എന്ന് പറഞ്ഞു, പേര് ഉച്ചരിക്കുക. ആ പൂഞ്ഞാറ് എന്താണ്, ജട കൊഴിഞ്ഞ ആ സിംഹം ഉണ്ടല്ലോ, അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJPയും സംഘപരിവാറും ക്രിസ്ത്യൻകളും കാസിയും ഒരു പരിധിവരെ സഖാക്കളും കോൺഗ്രസ് ചിലവരും ഒത്തൊരുമിച്ച് പിടിക്കുകയാണ്. ആ വിഷയം ഊതി വീർപ്പിച്ച് ബാബരി മസ്ജിദ് ഇഷ്യൂ എങ്ങനെയാണോ വാജ്പേയിയും സയ്യിദ് ഷിഹാബുദ്ദീനും കളിച്ച് ഒരു ഇന്റർനാഷണൽ വിഷയമാക്കിയത് വെച്ചാൽ അതുപോലെ അതിനേക്കാൾ വലുതാക്കാനാണ് ശ്രമം. ഇതിന് പുറകിൽ കളിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അമേരിക്കയിൽ ചില ഗ്രൂപ്പുകളുണ്ട്, അമേരിക്കക്കാരല്ല, ചില ഗ്രൂപ്പുകൾ, പിന്നെ ഇസ്രായേൽ മുഴുവനുണ്ട്, അതിൻ്റെ പിന്നോട് കാസിയുണ്ട്, സംഘപരിവാറുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചില ഗ്രൂപ്പുണ്ട്, കോൺഗ്രസ് ചില ഗ്രൂപ്പുണ്ട്. ഇവർക്കൊന്നും മുസ്ലിം ലീഗ് അധികാരത്തിൽ വരരുത് എന്നുള്ള ആഗ്രഹമുണ്ട്. കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നുണ്ട്, എനിക്ക് ഭരണം കിട്ടിയില്ല വേണ്ട, മുസ്ലിം ലീഗ് വരരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവികം ഉണ്ടാവും. ഇവിടെ നിങ്ങളും ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ മുസ്ലിം ലീഗ് എന്ന സംഘടനയും മണ്ടന്മാരും മനസ്സിലാക്കാത്തൊരു കാര്യം, ക്രിസ്ത്യൻ സമുദായത്തിൽ ആകെ 10% ഉള്ളെങ്കിൽ അത് നല്ലൊരു ശതമാനം കോൺഗ്രസ് വോട്ട് ചെയ്തരാ. അവിടുന്ന് ഒരു വോട്ട് കോൺഗ്രസ് UDF നിന്ന് മാറി BJPയിലേക്ക് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 വോട്ട് ഫലം ചെയ്യും. വിഡ്ഢികളെ, 2 വോട്ടിന് ഫലം ചെയ്യും. ഇനി മുസ്ലിം സമുദായത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടൂലെന്ന് മനസ്സിലായി. അതെന്തുകൊണ്ടറിയോ? മുസ്ലിം വിരോധം കൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടല്ല. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരേ ഒരു മാർഗമുള്ളൂ അവർക്ക്, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന UDF പിന്തുണക്കാം. നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് സംശയമൊന്നുമില്ല. ഇന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 4 MLA കോൺഗ്രസ് വരുന്നു, മറ്റു വരുന്നു. അതുകൊണ്ട് കാര്യമുണ്ടോ? എന്നിട്ട് അത് അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണോ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരൊറ്റ കോൺഗ്രസ്സുകാരും പറയുന്നുണ്ടോ? നിങ്ങളുടെ ഇന്ത്യയിലെ കോൺഗ്രസ് വളർച്ച മുരടിക്കാൻ ഒരു കാരണം ഈ മുസ്ലിം ലീഗായിട്ടുള്ള സഖ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ? ഈ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വരുന്ന 26 അസംബ്ലി ഇലക്ഷനിലും കോൺഗ്രസ് ഭരിക്കുന്നുണ്ടോ? UDF ഭരിക്കുന്നുണ്ടോ? അപ്പം എന്നാൽ അതെല്ലാം നശിച്ച് അവസാനം മുസ്ലിം ലീഗിന് എന്ത് ചെയ്യാൻ പറ്റില്ല? BJP അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ മാത്രമേ മുസ്ലിം ലീഗിനെ കൂടി ഇനി സാധിക്കൂ. ഈ മുസ്ലിം ലീഗ് എന്ന പേര് മാറ്റാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ വരുന്ന ഭവിഷ്യത്ത് എന്ന് വെച്ചാൽ സംഘപരിവാർ ഉൾക്കൊള്ളുന്ന BJPയുടെ കയ്യിൽ ഭരണം വരികയും അതിൽ ഒരു ഭാഗമാക്കുന്നതിൽ ഒരു ഭാഗത്ത് ലീഗിൽ നിന്ന് അങ്ങനെ അടിമത്തത്തോട് നിന്നു പോവാം. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ 1969 വിമാനത്താവളം കേരളത്തിന്റെ വടക്കേന്ത്യൻ ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പോൾ എന്നെ ഭ്രാന്തനാന്ന് ചിത്രീകരിച്ച എൻ്റെ ആൾക്കാർ, ഞാൻ ചിരിച്ചുള്ളൂ. അവർ കുറ്റം പറയാൻ പറ്റില്ല, സാധാരണക്കാരല്ലേ. ഇത് വിമാനത്താവളം വന്ന് 25 വർഷം കഴിഞ്ഞില്ലേ? 70 ആകുമ്പോഴേക്കും 55 വർഷം, അത് വന്നില്ലേ? അതുപോലെ ഞാൻ എൻ്റെ മകളെ പ്രസവിച്ചപ്പോഴേ ഞാൻ സ്ഥലം പറഞ്ഞ ആ ശ്രീനഗരത്ത്
ഇമാം ഖാൻ്റെ ഒരു ആശുപത്രി ഉണ്ട്, അവിടെയാണ്, ഒരു ഗ്രാമീണ ആശുപത്രിയാണ്. അപ്പം അദ്ദേഹം ഡോക്ടർ ഇമാം ഖാൻ ചോദിച്ചു മരിച്ചു, അത് ചോദിച്ചു ഷാ. അപ്പം ഞങ്ങൾ ഇത്ര അത് അന്നും ഞങ്ങൾ വലിയ ക്ലോസ് ആണ്. കുട്ടിക്കൊരു പേരിടാൻ പറഞ്ഞു. ഞാനൊരു പേരിട്ട് കൊടുത്തപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞ്, ഡോക്ടറെ ഇപ്പം ഞാനൊരു പേര് നിർദ്ദേശിക്കാം, പക്ഷേ ഈ കുട്ടി വളരാനും വികസിക്കാനും ആഗ്രഹം സമയം കിട്ടുമെങ്കിൽ 25 years, ഒരു 25 കൊല്ലം പിടിക്കും. അന്ന് അവൾ അറിയപ്പെടുന്ന ഒരു നമ്പറിൻ്റെ പേരിലായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, അത് പറഞ്ഞ് 75 എന്ന് പറയുമ്പോൾ 25 വർഷം കഴിഞ്ഞ് 2000 കഴിഞ്ഞപ്പോൾ 25, 50 വർഷമായില്ലേ? അത് 2000 മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. മരവിട്ടികളെ, മുസ്ലിം ലീഗിൻ്റെ വിട്ടികളെ ഞാൻ പറഞ്ഞത് ആലോചിച്ച് നോക്ക്. ഇന്ന് നമ്മളെല്ലാവരും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നമ്പറിൽ വരെയല്ലേ ആധാർ കാർഡ്. എന്നെയും ഈ ശിഹാബ് തങ്ങളെയും അല്ലെങ്കിൽ മറ്റേ ജൂനിയർ തങ്ങളെയൊക്കെ അറിയപ്പെടുന്നത് ഒരു നമ്പറിലാണ്, ഒരു നമ്പറിലാണ്. അത് പേര് ആധാർ കാർഡ് എന്നുണ്ട്. 50 വർഷം മുമ്പ് പറഞ്ഞ് സത്യമില്ലേ? 50 വർഷം വിമാനത്താവളം വന്നില്ലേ? അങ്കമാലിയൊരു മെഗാ ബൈപ്പാസ് വേണം. 25 വർഷം മുമ്പ് പറഞ്ഞാണ് 1990, 1999. 25 വർഷം കഴിഞ്ഞ് അത് പാസ്സായി. ഇനിയിപ്പോൾ വേറെ കാര്യം പറഞ്ഞു, വിമാനത്താവളം പറയുന്നു 2045 പണി തുടങ്ങി. നമ്മുടെ ഇന്നത്തെ നെടുമ്പാശ്ശേരിയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് ഐലൻഡ് കൊച്ചിയിലേക്ക് വരും. ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നാഷണൽ എയർപോർട്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യും. 20 വർഷം കഴിയുമ്പോൾ പണി തുടങ്ങും, 25 വർഷം തീർക്കും. അങ്ങനെ 2050 ഉദ്ഘാടനം ചെയ്യും. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ആവശ്യമില്ല. പക്ഷെ മുസ്ലിം ലീഗ് എന്ന പേര് മാറ്റിയില്ലെങ്കിൽ ഈ സമുദായം നശിക്കും. സമുദായം നശിച്ച മുസ്ലിം ലീഗ് നശിക്കുമല്ലോ. നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായി 2 MP ആയിട്ട് അതമ്പതിച്ച ഈ പാർട്ടിക്ക് എന്താണ് വളർച്ച? ഏതാണ്ട് 75 വർഷമായത് കുഞ്ഞാക്ക് പറയുന്നു മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ട്. 47 സ്വാതന്ത്ര്യം കിട്ടും, 48-ലാണല്ലോ. 47 ഇപ്പം എത്ര വർഷമായി? 48 കഴിഞ്ഞാൽ 52, 77, 3/4 നൂറ്റാണ്ട് കഴിഞ്ഞു. എവിടെ എത്തിയിടോ മുസ്ലിം ലീഗ്? നിങ്ങൾ 77 വർഷം കഴിഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെ എത്തി? പക്ഷെ അത് നിങ്ങൾ തുടങ്ങി 48-ല്, 1980 തുടങ്ങിയ BJP ഇന്ന് 2 സീറ്റ് BJP ഇന്ന് ഭരിക്കുകയാണ് ഇന്ത്യ. ഏകപക്ഷമായിട്ട്, കുത്തകയായിട്ട്. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? മറിച്ച് നമ്മൾ നിങ്ങൾക്കൊരു അവസരമുണ്ട് ഇന്ത്യയിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കൊരു അവസരമുണ്ട്. അതെന്താണ്? ന്യൂനപക്ഷ സംഘടന. അതിൽ 3-1 ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലുണ്ട്. അവരെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങളൊരു പ്രസ്ഥാനം ഉണ്ടാക്കി ദേശീയ കാഴ്ചപ്പാടി. നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റ്. ഞാൻ നിങ്ങൾ പേരും പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് ഇട്ടോ. അപ്പോൾ നിങ്ങൾ 30% ആളെ നിങ്ങളെ മുസ്ലിം എന്ന പേര് മാറ്റ്. ഞാൻ വീണ്ടും പറയാണ്, മുസ്ലിം എന്ന പേരിലല്ല കുഴപ്പം, അത് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ, ആത്മീയതയിലേക്ക് വരുമ്പോൾ ഒരു കുഴപ്പമില്ല. മുസ്ലിം എന്ന മതം, ജാതി ലോകത്ത് നമ്പർ 1 അല്ലെങ്കിൽ മറ്റ് മതങ്ങളിലൊപ്പം നിലനിൽക്കുന്നതാണ്, ഒരു സംശയമില്ല. ഇന്നൊരു മഹാനായ വിദഗ്ധൻ പറഞ്ഞു, മദ്രസ പഠനം കൊണ്ടുള്ള നേട്ടം വെച്ചാൽ മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനം ഇല്ല, 8 എണ്ണമുണ്ട് പേരിന്. മറ്റൊരു 130, 140 ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് പഠിപ്പിക്കുന്നത്. അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയവേ ആഹാരം കഴിച്ച് എൻ്റെ സമുദായത്തിൽ പെട്ടവരില്ല എന്നാണ് മുസ്ലിം പ്രവാചക വചനം. ഒരു മൃതദേഹം മുസ്ലിമായിട്ട് അമുസ്ലിമായിട്ട് അതിനെ ബഹുമാനിക്കുക നമ്മുടെ കടമയാണ്. അത് വേറൊരു കാര്യമാണ്. മദീനയിൽ നിന്ന് നിങ്ങളുടെ നാട് ആക്രമിക്കാൻ എൻ്റെ ആൾക്കാർ മദീന നിവാസി വന്നാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടാതെ നിങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി വാദിക്കണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ പ്രവാചകവചനം. ഇത് ഭരിക്കുന്ന കക്ഷിയെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ള ഈമാൻ എന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അയൽവക്ക മരത്തൊരു പേരമരം ഉണ്ടെങ്കിൽ ആ പേരമരത്തിൽ കൊമ്പുണ്ടാവും, ഇലയുണ്ടാവും. ഇല കരിഞ്ഞ കരിയിലാവും. ആ കരിയിൽ നമ്മുടെ വീട് എടുക്കാൻ നമുക്ക് അവകാശമില്ല. അതൊന്നുകിൽ നമ്മളത് എടുത്ത് അവരുടെ പറമ്പിലേക്ക് ഇടുക, അല്ലെങ്കിൽ അവരുടെ അനുവാദം വാങ്ങിക്കുക. ഇതാണ് പ്രവാചകവചനം. ഇന്ന് മുസ്ലിം ചെയ്യുന്ന അങ്ങനെയാണോ? കൊമ്പ് ചായച്ചിട്ട് പരമാവധി പേരൊക്കെ കുറച്ചെടുക്കാൻ നോക്കും. എല്ലാവരും അല്ല, കുറെ പേര്. അത്ര മാതൃകയായ ഒരു മതമാണ് ഇസ്ലാം മതം. അത് സമത്വസുന്ദരമായ മതമാണ്. കർമ്മനെ, ബിലാലിനെയും വെളുത്തനെ, സിയാദിനെയൊക്കെ ഒരുമിച്ച് ഒരേ സുപ്രവീന് ഒരേ തളിയിലിരുത്തി ഭക്ഷണം കഴിപ്പിച്ചാണ് പ്രവാചകൻ മതം.
അവിടെ യാതൊരു വ്യത്യാസമില്ല. അറബിയേക്കാൾ അനറബിക്കോ, വെളുത്തവനേക്കാൾ കറുത്തവനോ, വിദ്യാസമ്പന്നേക്കാൾ വിദ്യാഹീനൊന്നും ഒരു വ്യത്യാസമില്ല. ഒന്ന് തക്കുവ, അതാ ഈ യഥാർത്ഥ ഈ പ്രവൃത്തി സ്വല്പം കൊണ്ട് മാത്രമുള്ള വ്യത്യാസം. അങ്ങനെ ചിന്തിക്കുന്ന മുസ്ലിം സമുദായം, മുസ്ലിം ഇസ്ലാം മതം, അത് നിങ്ങൾ എന്താണ് ഈ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത്? നിങ്ങൾ നെറുകേടൽ നിങ്ങൾ കാണിക്കുന്നത്. ഈ സമുദായത്തെ വിറ്റ് നിങ്ങൾ ജീവിക്കല്ലേ? എന്നിട്ട് നേട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ പോട്ടെ, നേട്ടമുണ്ടോ? ഇനി മുസ്ലിം ലീഗ് എത്രയെല്ലാം കണിഞ്ഞ് ശ്രമിച്ചാലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് കേരളത്തിലെ UDF വേണ്ട കിട്ടുന്നുണ്ടോ? കാരണം നിങ്ങൾ ഈ മുസ്ലിം എന്ന വാക്ക് അത്ര കണ്ട് മനസ്സിലൂടെ അകന്നിരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ 5ാമത് മന്ത്രി ചോദിച്ചു, ഇന്നും ഒരു ചർച്ച ക്ലാസ് പറഞ്ഞ മുസ്ലിം ലീഗ് 5ാമത് മന്ത്രി ചോദിച്ചു. മുസ്ലിം ലീഗ് നിങ്ങൾക്ക് 7 മന്ത്രിസ്ഥാനം അവകാശപ്പെടായിരുന്നു. അതായത് 20, 40, 33 വരുന്നുണ്ടെങ്കിൽ 20ന്റെ 3 27 മന്ത്രിസ്ഥാനം കിട്ടും. 6 ഉറപ്പായി കിട്ടും. അപ്പോൾ നിങ്ങൾ 5 ചോദിക്കും, 4 കഴിഞ്ഞ് 5ാമത് ചോദിക്കുന്നത്. അത് 4 ചോദിക്കുന്നത് നിങ്ങൾ ദുഷ്ട മനസ്സിലെ 5ാമത് ചോദിച്ചാൽ അപ്പോൾ ഈശ്വരന് കിട്ടില്ലായിരുന്നോ? അത് നിങ്ങൾ ചോദിക്കാതെ കാരണം ഞാൻ പറഞ്ഞു, മുനീർ മന്ത്രിസ്ഥാനം കൊടുക്കാൻ കുഞ്ഞാക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഒഴിവാക്കാൻ നോക്കി. 4ൽ ഉറച്ചു നിന്ന്. പക്ഷെ മഞ്ഞളാക്കുടി അലി വന്നപ്പോഴും കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നോക്കുമ്പോൾ മലപ്പുറം ജില്ലയേക്കാൾ പ്രാധാന്യം കോഴിക്കോട് ജില്ലക്കാണ് ലീഗിന്. അപ്പോൾ കോഴിക്കോട് ജില്ലക്ക് മന്ത്രി ഇല്ലാതെ വരുന്നു. അപ്പോൾ മുനീറിന് കൊടുക്കണം, മഞ്ഞളാംകുഴി അലിക്ക് കൊടുക്കണം. എന്ത് ചെയ്യും? 5ാമത് മന്ത്രിസ്ഥാനം ഈ കുഞ്ഞാക്കുന്ന ഒരുത്തൻ പറയാണ്. ദുഷ്ട മനസ്സ്, അള്ളാഹുവാണ് സത്യം, നിന്നെ ഒന്നും വെറുതെ വിടില്ല പടച്ചവൻ. ദുഷ്ട മനസ്സിലോട്ടില്ലേ ആ പാവം തങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു കൊടുത്ത് കോടത്ത് കൊണ്ടു. ഒരു തങ്ങളുടെ അടുത്ത് കർണാർ ഉൾപ്പെടെ വന്നല്ലാതെ ഒരു തങ്ങളും കോട്ടയം മാണിയുടെയും കോട്ടയം കുഞ്ഞിയുടെ പടയിലും പോയിട്ടില്ല. ശിഹാബുദ്ദീങ്ങളുടെ കാലത്തും പോയിട്ടില്ല. നിങ്ങളൊരുത്തൻ വരുമല്ല തങ്ങൾ അറിയിക്കാൻ പറ്റില്ല. പാവം രോഗിയായിരുന്നു, ക്യാൻസർ രോഗിയായിരുന്നു. ആ തങ്ങൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് കൊണ്ട് രാത്രി മലപ്പുറത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് 8 മണിക്കൂർ വേണം മിനിമം. അവിടെ ഇപ്പോൾ കുഞ്ഞുഞ്ഞൊരു കോട്ടയത്തേക്ക് പോയി, മുഖ്യമന്ത്രിയല്ലേ, പിന്നെ കോട്ടയത്ത് നിന്ന് അവിടെ ചെന്നൊക്കെ സംസാരിച്ച് വെളുപ്പായി. എന്നിട്ട് നിങ്ങൾക്ക് 5ാമത് മന്ത്രിസ്ഥാനം തന്നിട്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തെ പോലും കുഞ്ഞുഞ്ഞി എത്ര കൊച്ചാക്കി, എത്ര തന്തൂറും കുഴപ്പമുണ്ടാക്കി. കിട്ടിയോ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു വകുപ്പ് പൊതു കിട്ടിയില്ല. ഒരു വീട്ടിൽ ആകെ കിട്ടി 20 പേഴ്സ് സ്റ്റാഫിനെ കിട്ടി. ഒരു വകുപ്പും കൂടുതൽ കിട്ടിയില്ല. 4 മന്ത്രിയാക്കി. ആ ഒറ്റ സംഭവമല്ലേ ഇവിടെ BJP വളർന്നത്. കാരണം രാധാകൃഷ്ണൻ, നായരായ രാധാകൃഷ്ണൻ NSന്റെ അടുത്ത് പോയി, ഈഴവനായ മുരളി വെള്ളപ്പിൻ്റെ അടുത്ത് പോയി. ചേട്ടാ അപകടമാണ് നമ്മൾ ഒരു കൂടുതൽ അതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ അല്പം ബുദ്ധി പോയിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി അന്ത്യയാമങ്ങളിൽ ഹൃദയശുദ്ധിയോട് നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന എനിക്ക് പറയില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കും. നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. പടച്ചോനെ ഇതിൻ്റെ രീതി എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് അങ്ങ് കല്ലും നെല്ലും മാറ്റിത്തരണം എന്ന് പറയുന്നത് നിങ്ങൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ 2 ഒത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് ഒന്നുകൂടിയാണ് നമുക്ക് നിങ്ങൾ കണ്ടടിച്ചത് പ്രാർത്ഥിക്കും 1/2 മണിക്കൂർ. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. അപ്പോൾ ചോദിക്കും നിങ്ങളുടെ എന്നിട്ട് പണക്കാരാകുന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല സാർ, അധികാരത്തിൽ കയറുന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല, അതറിയല്ലോ. നിങ്ങൾ ഉത്തരം കിട്ടും. അങ്ങനെ 4ാമത്തെ മന്ത്രിക്ക് വേണ്ടി എടുത്ത നിങ്ങൾ 5ാമത്തെ മന്ത്രിക്ക് വേണ്ടി നശിപ്പിച്ചു കളഞ്ഞില്ല. ഇനി നിങ്ങൾ എന്ത് വളരും എന്നാ പറയുന്നത്? അതായത് BJPക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറാൻ അവർ നോക്കും. അവർ കുറ്റം പറയാൻ പറ്റില്ല. അവർ ലക്ഷ്യം അതാണ്. BJP രൂപീകരിച്ച് കേരളത്തിൽ കൂടി അധികാരത്തിൽ വരാൻ വേണ്ടിയാണ്. അതിനവർ എന്ത് കളിയും കളിക്കും. ആ കളിയിലാണ് ഈ പറഞ്ഞ പൂഞ്ഞാറിന് ആളെ ഇട്ടിരിക്കുന്നത്, ഒരു തുരുപ്പൂലാനായിട്ട്. അത് നിങ്ങൾ വളരെയുള്ള അവസരം കൊടുക്കല്ലേ? നിങ്ങൾ മിണ്ടാതെ നിശബ്ദമായി നിങ്ങൾ. ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, വാജ്പേയിയും സെയ്ദ് ശിഹാബുദ്ദീനും തമ്മിൽ കളിച്ചാണ് ലോകപ്രശസ്തമായത് ഭാവിബസ്. അതുകൊണ്ട് ഞാൻ ലോക്കൽ കാര്യം പറയാം. എനിക്കറിയുന്ന ഒരു പാറമട ഉടമ, ചെറിയ പാർട്ടിയാണ്. അയാളുടെ ഒരു വണ്ടി ഒരു ഡ്രൈവർ ഒരു വാച്ച് കൊടുത്തു. അത് ഉടമയുടെ ആളല്ല, പക്ഷെ ഉടമ മുഖേന കൊടുത്താണ്. അപ്പോൾ പാറ ഉടമ ഈ കല്ല് ഉണ്ടാക്കിയിട്ട് അത് ഇറക്കുന്ന ക്രഷറുണ്ട്, അവിടെ വന്ന് ഇരിക്കുമ്പോഴാണ് ഈ ഡ്രൈവർ ഒന്ന് ബഹളം അങ്ങോട്ട് കൂടിപ്പോൾ ഈ മനുഷ്യൻ അവിടെ ബെഞ്ചിലേക്ക് കിടന്നു. എല്ലാം ബഹളം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവം? അത് എനിക്കറിയില്ല, ഞാനൊന്നും മയങ്ങിപ്പോയെന്ന് പറഞ്ഞു. സത്യത്തിൽ അയാളെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം അയാൾ മിണ്ടിയില്ല. മൗനം വിദ്വാനും ഭൂഷണം എന്ന് പറയുമ്പോൾ അവരും മിണ്ടിയില്ല. വലിയൊരു അറിഞ്ഞ അയാളാന്ന്.
അതുപോലെ നിങ്ങൾ ഇവരുടെ വലയിൽ വീടില്ലേ, ഇവരുടെ കെണിയിൽ നിങ്ങൾ വീടില്ലേ? നിങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും പോലീസ് സ്റ്റേഷനിൽ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പൂഞ്ഞാറ് കൊണ്ട് ഒരു 2 മാസം അല്ലെങ്കിൽ 2 കൊല്ലം ജയിലിട്ടുകൊണ്ട് ആ പ്രസ്ഥാനം വളരെയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ പറയുക, അവോയ്ഡ് ചെയ്യാന്ന് പറയും. ഏറ്റവും വലിയ ശിക്ഷ അവോയ്ഡ്, ഒഴിവാക്കൽ. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. ആ നിലക്ക് നിങ്ങൾ എന്താ വേണ്ട, ആ വിഷയം എഴുതി ചെല്ലിക്കണം. നോ പ്രോബ്ലം, ഞങ്ങൾ ബാധിക്കുന്നവരില്ല. അപ്പോൾ അങ്ങനത്തെ തന്നെ നശിച്ചു നോക്കിക്കോളും. ഇത് അവരൊന്നും അവർക്ക് എന്തൊക്കെ ചെയ്താലും അവർക്ക് പറഞ്ഞു പറ്റും. ഇപ്പൊ ബാബരി മസ്ജിദ് ഇഷ്യൂ കേരളത്തിൽ പറ്റില്ല. കേരളത്തിൽ ആകെയുള്ള ഈ സംഭവങ്ങളാണ്. അപ്പൊ നമ്മളെന്താ വേണ്ട, മിണ്ടാതിരിക്കണത്. ചെയ്തോ? ഇനി ഈ സഭയുടെ കാര്യം പറയാം. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ സഭയുടെ സൈക്കോളജി പറഞ്ഞുതരാം. കുഞ്ഞാക്കൊക്കെ അറിയേണ്ടതാണ്. നിങ്ങൾ വലിയ രാഷ്ട്രീയ നേതാവല്ലേ, ഒരു വലിയ ദേശീയ ഇന്റർനാഷണൽ പാർട്ടി ആളല്ലേ. എന്താണോ കുഞ്ഞാലിക്കുട്ടി സഭയുടെ സൈക്കോളജി? നിങ്ങൾക്ക് അറിയാമല്ലോ സഭയുടെ സൈക്കോളജി എന്താന്ന്. ഇതത് കേട്ട് ഞാൻ പറഞ്ഞുതരാം. കാലാകാലങ്ങളിൽ ഭരണകൂടത്തിന്റെ കൂടെ ഒട്ടിരുന്ന് ആനുകൂല്യം പറ്റിയ ആൾക്കാരാണ് സഭയുടെ ആൾക്കാർ. അത് ഞാൻ ഉദാഹരണം പറയും. രാജഭരണകാലത്ത് അവരെ കൂടെ നിന്ന് ആനുകൂല്യം പറ്റി. ബ്രിട്ടീഷുകാരും അവർ കൂടുന്ന ആനുകൂല്യം പറ്റി. അത് കോൺഗ്രസ് വന്നപ്പോൾ അവരോട് ആനുകൂല്യം പറ്റി. ഇപ്പൊ BJP അവരോട് ആനുകൂല്യം പറ്റുമോ? എന്താ കാരണം? അവരുടെ സമ്പത്തും പ്രതാപം നിലനിർത്താൻ ഭരിക്കുന്ന ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാണ്. കോടിക്കൊരു സ്വത്ത്, നിങ്ങളെപ്പോലെ മുക്കാപ്പിച്ചല്ല, കോടിക്കുള്ള ലക്ഷങ്ങൾ കോടി രൂപയുടെ സ്വത്തുള്ള സഭ. അപ്പൊ അവരെ സംബന്ധിച്ച് ഭരിക്കുന്ന കക്ഷി ആരാണോ അവരെ കൂടെ നിൽക്കണം. അതവർക്ക് ചെയ്തേ പറ്റൂ. ഭരിക്കുന്ന കക്ഷി എതിർത്തുകൊണ്ട് ഈ ഒരു ഭരണമൊന്നുമില്ലാത്ത മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവർ തയ്യാറല്ല. അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഇന്ത്യയിൽ ഒരു കാലത്തും ഒരിക്കലും സഭയുടെ ആൾക്കാരോ, ക്രിസ്ത്യൻസ് അല്ല സഭയുടെ ആൾക്കാരോ മുസ്ലിം സമുദായമായിട്ട് സഹകരിച്ചിട്ടില്ല. പിന്നെ ഇത്രയും കാലം നേരിട്ട് എതിർത്തിട്ടില്ല, മൗനമായിട്ട് നിന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പം നേരിട്ട് എതിർക്കുന്നു. കാരണം നേരിട്ട് എതിർത്തില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ ഭരണകക്ഷിയുടെ നോട്ടപ്പുള്ളിയാവുമ്പോൾ ഈ സമ്പത്ത്, കോടാനുകോടി രൂപയുടെ സമ്പത്ത് നഷ്ടപ്പെടും. ഈ സമ്പത്ത് നഷ്ടപ്പെട്ട് പിന്നെ എന്താണ് സഭയ്ക്ക് ഇവിടെ പ്രസക്തി? ഇന്ത്യയിലെ സമ്പത്ത് നഷ്ടപ്പെട്ട സഭയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അതുകൊണ്ട് അവർ ചെയ്തേ തീരൂ, അവർ ഇനിയും ചെയ്യും. അപ്പൊ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് എന്താ ചെയ്യണതയോ അവരെ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ജീവിക്കാൻ അനുവദിക്കുക, അവർ നമ്മൾ എതിർക്കാതിരിക്കുക. അതാണ് എൻ്റെ ബുദ്ധി. പക്ഷെ ഇനി നിങ്ങൾ കുറേശ്ശെ നിങ്ങൾ ഈ തീവ്രവാദ മുസ്ലിങ്ങളാരില്ല, ഞാൻ മുസ്ലിം ലീഗാണ്. തീവ്രവാദ മുസ്ലിങ്ങൾ അത് ഒരു വശത്ത് കിടപ്പുണ്ട് അല്ലേ. അത് നിങ്ങൾ കൊച്ചു ചോണ്ടിക്കഴിഞ്ഞാൽ തരുമോ? അവർക്ക് ഇത് എന്നാലും അവർക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല, അവർ സപ്പോർട്ട് ചെയ്ത് തരും. ബുദ്ധിയുടെ അംശം കൊണ്ട് ഈ കുഞ്ഞാക്ക മുസ്ലിം ലീഗ് നേതാക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? ഇത്രയും കാലം സഭയുടെ ആൾക്കാരോ നിങ്ങൾ നേരിട്ട് എതിർത്തിട്ടില്ല, നിങ്ങൾ ചിത്രത്തിൽ വരുത്തിയിട്ടില്ല, ഒരു അകൽച്ച പാലിച്ചിരുന്നു. ഇപ്പൊ ആ അകൽച്ച മാറ്റി നിങ്ങളെ കൂടിയാണ് മെയിൻ എടുക്കുന്നത്. അതിനർത്ഥം മുസ്ലിം ലീഗിനെ കൂടി കൈയെടുക്കാതെ കേരളത്തിൽ സഭയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മുസ്ലിം എതിർക്കാതെ. അത് നിങ്ങൾ എതിർത്തേ തീരൂ. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് എല്ലാം കൊണ്ട് തവക്കൽത്തു അല്ല ഒരു വാക്ക് ഖുർആനിലുണ്ട്, എല്ലാം വീതി പോലെ. അതെന്താ കാര്യം തരുമോ? 100 സ്റ്റെപ്പുള്ള പടി, ഒരു സ്റ്റെപ്പുള്ള ഒരു ഏടി, 90 കയറിയിട്ട് നമ്മൾ താഴെയിട്ട് നോക്കുമ്പോൾ ഇത്ര നമ്മൾ കയറിയല്ലോ. എന്നിട്ട് അവസാനം ഞാൻ ഉൾപ്പെടെയുള്ള വിഡ്ഢികളെ മുസ്ലിങ്ങൾ പറയോ ഇനി തവക്കൽ തരല്ല, ഇനി അള്ളാഹ് വെച്ച് വലിക്കണം. ആ 10 സ്റ്റെപ്പാണ് വളരെ നിർണായകം. അതാണ് മുസ്ലിം സമുദായം പല കാര്യത്തിൽ തോറ്റുവാൻ കാരണം. നിങ്ങൾ 100 പടിയുടെ മുകളിൽ കയറിയിട്ട് വേണം തവക്കൽ തോലെന്നൊക്കെ പറയാൻ. അല്ല, തവക്കൽ തോലെന്നാ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നേരത്തെ നിന്നാൽ നിങ്ങൾ തോറ്റുപോയിട്ടും. ഇതാണ് നിങ്ങളുടെ, ഞാൻ ഉൾപ്പെടെ പറ്റുന്നത്. സഭ അതല്ല, സഭ 100 പടി കയറിയ ശേഷം അവർ തീരുമാനിക്കുന്നത്. അപ്പൊ സഭയെ സംബന്ധിച്ച് സഭയ്ക്ക് ഇന്നത്തെ ഭരണകക്ഷിയായ BJP അനുകൂലിച്ചാൽ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അത് മസ്റ്റാണ്, ഒഴിവാക്കാൻ പറ്റില്ല. നീ എന്ത് സപ്പോർട്ട് ചെയ്താലും മുസ്ലിങ്ങളെ സഹായിക്കാൻ നിന്നാലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുക? ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ അമ്മയും കുഞ്ഞും തമ്മിലാന്ന് പറഞ്ഞല്ലേ, ഈ അമ്മയുടെ ജീവൻ അപകടത്തിലാണ് ഈ കുഞ്ഞിന് ജീവൻ വോട്ടിൽ വഹിക്കും. അങ്ങനെ ചരിത്രമുണ്ട്. അപ്പൊ ഇതിനർത്ഥം തന്റെ ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും. അതുപോലെ സഭയെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിനേക്കാൾ വലുതല്ല ഇവിടുത്തെ മുസ്ലിം സപ്പോർട്ടൊന്നും. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണം.
എന്നിട്ട് മുസ്ലിം ലീഗ് നിങ്ങളെ മുസ്ലിം എന്ന പേര് മാറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാക്കുന്ന കാരണമെന്ന് മനസ്സിലാകും നിങ്ങൾ. നിങ്ങളെ മുസ്ലിം എന്ന പേര് ഉപയോഗിക്കുന്ന നിങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ട് തല താഴ്ന്നു പോണത്. ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണിയുടെ മകനൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്കും തല കൊത്തി നിൽക്കാമായിരുന്നു. ഇവിടെ ശ്രേയസുമാർ എത്രയുണ്ട്? ഇവിടെ 10 എത്ര ആൾക്കാർ ശ്രേയസുമാർ അവർ തല ഉയർത്തിയാണ് നിൽക്കുന്നത്. RSP വീരേന്ദ്രകുമാർ അവരെത്രയുണ്ട്? ഇവിടെ താലൂക്ക് പാർട്ടിയാണ്, ജില്ലാ പാർട്ടി പോലും ഇല്ല. അവർ തലകൊട്ടിയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് മാത്രം എന്താണോ പറഞ്ഞാൽ കൂടി തല താഴ്ത്തി പോണത്. നിങ്ങളാ മുസ്ലിം എന്ന വാക്ക് രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചിട്ടാ. അല്ല, മുസ്ലിം അന്നും ഇന്നും പറയുന്നത് മുസ്ലിമിന് ഒരു കുഴപ്പമില്ല, മറ്റ് ഏതൊരു മതത്തേക്കാൾ കൂടുതലും ഒപ്പമുള്ളതാണ് ഇസ്ലാം മതം, മുസ്ലിം, അതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ആ പേര് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നശിക്കുന്നത്, മുസ്ലിം സമുദായം നശിക്കുന്നത്, ആ കൂട്ടത്തിൽ ഇവിടെ UDF നശിക്കുന്നത്. ആ കഴിഞ്ഞ പ്രാവശ്യം 4 മന്ത്രിസ്ഥാനം പോയത് 5ാമത് മന്ത്രി ചോദിച്ചാണ് UDF ഭരണം പോകാൻ കാരണം. പല കാരണമുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ ഉപദേശിക്കില്ല. കോൺഗ്രസ് ഉപദേശിക്കുക 2 കാര്യം. ഒന്ന്, ചിലവർക്ക് മനസ്സിലാവില്ല. മനസ്സിലായ ഒരു ബുദ്ധിയുള്ളവർ ശശി തരൂരൊക്കെ അറിയാം, പക്ഷെ അദ്ദേഹം കൊണ്ടില്ല. അവിടെ കിടന്ന് നശിച്ചു പോയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ വലിയ ആളാവും, മുഖ്യമന്ത്രി സ്ഥാനത്ത് ചോദിക്കും. ഇത് മുസ്ലിം ലീഗിലെ മുസ്ലിം അത് മാറ്റിവെച്ചാൽ ആ പ്രസ്ഥാനം കേരളത്തിൽ നമ്പർ 1 ആവും. അപ്പോൾ മുഖ്യ സ്ഥാനം ചോദിക്കും. അത് ചോദിക്കാതിരിക്കണമെങ്കിൽ ആ അയിബ് അല്ലെങ്കിൽ ന്യൂനത അല്ലെങ്കിൽ കുറവ് എന്ന മുസ്ലിം എന്ന് വാക്ക് ഉപയോഗിക്കണം. അത് ശശി തരൂരൊന്നുമല്ല. ശശിയൊക്കെ ബുദ്ധിമാനാ. ശശി ഒരു കാര്യം പറഞ്ഞു, നിങ്ങളാ സിറ്റിസൺഷിപ്പിന് മുദ്രാവാക്യം വിളിക്കുമല്ലോ, നിങ്ങൾ ഒരിക്കലും മതം ഉപയോഗിക്കില്ല, പോലത്തൊക്കെ വിളിക്കില്ലെന്ന് പറഞ്ഞു. അതൊക്കെ വളരെ ബുദ്ധിയാണ്. ആ ശശിക്ക് എന്തുകൊണ്ട് മുസ്ലിം ലീഗിനോട് പറയാൻ പാടില്ല രഹസ്യമായിട്ട്, തങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞാക്ക നിങ്ങളാ ലീഗ് മുസ്ലിം എന്ന് വാക്ക് ഉപയോഗിക്കുക മാറ്റ് പൊളിറ്റിക്സിലാണല്ല, മുസ്ലിം മതത്തിൽ കുഴപ്പമില്ല, തെറ്റിദ്ധരിക്കരുത്. അത് ശശി തരൂർ പറഞ്ഞോ. സുധാകരന് മനസ്സിലാവൂല, പക്ഷെ VD സതീശന് മനസ്സിലാവും. സുധാകർ വെറും പാവ, ആ ആവേശം മാത്രമേ. അല്ല, അങ്ങനെ വല്ല ഒരു നശിക്കേണ്ട വാസുള്ള ആളല്ല, അത് കഴിവില്ല. സതീഷ് മനസ്സിലാവും, സതീഷിന് അഗ്രഹണീന. രമേശ് മനസ്സിലാവും, പിന്നെ ശശി തരൂർ മനസ്സിലാവും. അവരാരും പറയില്ല, അവർക്ക് പറയാത്ത കാര്യം അത് പറഞ്ഞ് നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മുസ്ലിമിന്റെ പേര് മാറ്റി ഞങ്ങളുടെ പോലും വരാൻ തയ്യാറാണ് ആ പാർട്ടിയിലേക്ക്. ന്യൂനപക്ഷ പാർട്ടി, പിന്നോക്ക പാർട്ടികൾ കുഴപ്പമില്ല. അതവർ പറയില്ല. പറയാത്ത കാരണം അത് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾ സ്വാഭാവികം നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഇത് മനസ്സിലാക്കാൻ പറ്റുമോ? നിങ്ങൾ മുസ്ലിം സമുദായത്തെ ജാമ്യം നിർത്തി അല്ലെങ്കിൽ പിന്നെ കെടിയിൽ വീഴ്ത്തിയിട്ടാണ് ഈ നക്കപ്പിച്ച് ആനുകൂല്യം കോൺഗ്രസ് തന്നത്. ഇനി അത് പറ്റില്ല. ഇനി ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കണം കോൺഗ്രസ്. കാരണം മുസ്ലിം സമുദായത്തിൽ 90% നിങ്ങളിൽ കോൺഗ്രസ് നിൽക്കുന്നത്, കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ 100% ഇന്ത്യയിൽ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത്, കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് പരിപാടിക്ക്. അപ്പം അതുകൊണ്ട് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം, അതായത് തെരഞ്ഞെടുപ്പിൽ പഠന തൊഴിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥാനം കിട്ടും. ഇപ്പം 140 MLA പോസ്റ്റ് ഉണ്ടെങ്കിൽ 40% വേണം. 40 3 സീറ്റ് കൊടുക്കണം മുസ്ലിങ്ങൾക്ക്, ബാക്കി എല്ലാവർക്കും കൊടുക്കണം. അതുപോലെ ആനുപാതികമായിട്ട് അത് കൊടുക്കാതെ എന്തെങ്കിലും അക്കാപ്പിച്ച് കൊടുക്കാതെ നടക്കൂല. അത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ കുഞ്ഞാക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യും. എത്ര വയസ്സായി കുഞ്ഞാക്ക്? ഇനി എത്ര വർഷമുണ്ട്? ഇനി ഒരു 10 വർഷം നമ്മൾ പ്രതീക്ഷിക്കണ്ടോ? ഞങ്ങളൊന്നും പ്രതീക്ഷിക്കണില്ല. നിങ്ങൾ പ്രതീക്ഷിക്കണ്ടോ? എന്നേക്കാൾ മൂത്താണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സമുദായത്തെ സ്നേഹം കൊടുത്താൽ ആ മുസ്ലിം എന്ന് വാക്ക് മാറ്റി ആ പാർട്ടിക്ക് ഇട്ട് കൊടുത്താൽ മര്യാദയിൽ പോണ പോക്കല്ലേ? ഒരു ഉപകാര സമുദായത്തെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കാത്ത എന്താ? എന്ത് നേട്ടമാണ് നിങ്ങളിത് ഉണ്ടാക്കുന്നത്? മുസ്ലിം എന്ന പേരിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് നേട്ടം ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്? മതി നിങ്ങളെ പേരൊന്ന് മാറ്റാൻ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങളുടെ കയ്യിൽ വരും, അല്ലെങ്കിൽ ആവശ്യപ്പെടാം, തികച്ചും നിങ്ങൾക്ക് അവകാശപ്പെടാം. ഇത് പെടാൻ പറ്റുന്നുണ്ടോ? ഒരു ഉപമുഖ്യമന്ത്രി ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ് നശിപ്പിക്കില്ലേ, സഭയെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കില്ലേ? സഭയെ നിങ്ങൾ കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞാൽ സഭയ്ക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ ലൈൻ മാറ്റി പിടിക്കാനും പറ്റില്ല. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ കരിമക്കരിക്കാരനൊക്കെ ചില കുറ്റം പറയെങ്കിലും അവർക്ക് ഈ ലൈൻ വിട്ട് പിടിക്കാൻ പറ്റില്ല സാർ. അദ്ദേഹം ഒരു ഉത്തരവാദിത്തത്തോടെ സമുദായ സംഘടന ഭാരവാഹിയാ. അദ്ദേഹത്തിന് ഈ ലൈൻ മാറ്റി പിടിക്കാൻ പറ്റില്ല, സഭയ്ക്ക് പറ്റില്ല, KCBCക്ക് പറ്റില്ല. അവർ നിങ്ങൾ വെറുതെ പ്രശ്നങ്ങൾ നടുവിൽ വരുത്തല്ലേ? ഉള്ളോട് നിങ്ങൾ ശപിക്കല്ലാതെ അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് ദയവ് ചെയ്ത് സഭയെ നിങ്ങൾ വെള്ളത്തിലാക്കല്ലേ, കോൺഗ്രസ് നിങ്ങൾ വെള്ളത്തിലാക്കല്ലേ, നിങ്ങൾ സ്വയം വെള്ളത്തിലായി പോവല്ലേ, സമുദായത്തെയും വെള്ളത്തിലാക്കല്ലേ.
അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എൻ്റെ ഈ പ്രസംഗം അല്ലെങ്കിൽ സംഭാഷണം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും പറയാണ്, ഇത് ഏതെങ്കിലും ബോധമുള്ള ഏതെങ്കിലും സമുദായ സുഹൃത്തോ അല്ലെങ്കിൽ സമുദായ ബോധമുണ്ടെങ്കിൽ ലീഗിനോട് ഉപദേശിച്ചിട്ട് മുസ്ലിം എന്ന് വാക്ക് മാറ്റ്. ലോകത്ത് ഒരു സ്ഥലത്തും ജാതിയുടെ പേരിൽ പാർട്ടിയില്ല, ഒരു സ്ഥലത്തും ഇല്ല. ഞാൻ പറഞ്ഞ ഒരിക്കൽ CH മൂവായി പറഞ്ഞ ഇറ്റലിയിൽ ഒരു ക്രിസ്ത്യൻ പാർട്ടി നാട്ടിൽ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല, അത് പോയി. അതൊക്കെ വേറെ ഒരു സ്ഥലത്തും. നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഈ മുസ്ലിം അപ്പം എന്താ പണിയെടുക്കാതെ ആനുകൂല്യം പറഞ്ഞ ഒരു തട്ടിപ്പെടുത്ത് മനസ്സിലാവൂല, തെറ്റിദ്ധരിക്കില്ലേ? അപ്പം മുസ്ലിം സമുദായം വിറ്റിന് നിങ്ങൾ ആളാൻ നോക്കണ്ട. ഇപ്പം വന്ന് നിങ്ങൾ എത്ര നേതാക്കൾ ഇപ്പോൾ ഉള്ളത്? ആര് നേതാവുള്ളത്? കുഞ്ഞാക്ക നിങ്ങളൊന്നും മാറ്റി നിർത്തി പിന്നെ ആരുടെ നേതാവ്? കുഞ്ഞാക്ക ഒരു നിങ്ങൾ തലയെടുപ്പ് നേതാവ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് അവസ്ഥ മനസ്സിലായില്ലേ? എന്ത് തലയെടുപ്പുള്ളത്? ശിഹാബ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? ഇബ്രാഹിം സുലൈം ബഷീറിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? ആ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇപ്പോഴത്തെ പ്രസിഡന്റിന്? ഇനി ആരെങ്കിലും നിങ്ങളുടെ ആ സമുദായത്തിലുണ്ടോ അതുപോലത്തെ വലിയ തലയെടുപ്പുള്ളത്? എന്നിട്ട് നിങ്ങൾ നശിപ്പിക്കാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളിതിൽ പിന്നെ ബീരാൻ സാഹിബിന്റെ മകൻ ഇപ്പം നിങ്ങൾ രാജ്യസഭയിൽ എടുത്തില്ലേ, അതൊക്കെ നല്ലൊരു തീരുമാനമാണത്. മറ്റേ എന്തെങ്കിലും പോരായെങ്കിലും അദ്ദേഹത്തിന് ഭാഷ അറിയാം, അദ്ദേഹം സംസാരിക്കാൻ അറിയാം, സുപ്രീം കോടതി വക്കീലാണ്, കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ളവർ വരട്ടെ എന്ന് രംഗത്ത്. ഞങ്ങൾ ബോംബെയിൽ ഒരു പരിപാടി വയ്ക്കുന്നുണ്ട്, ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുക അദ്ദേഹത്തെയാണ്, അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇത്രയും പറയാൻ കാരണം ഇത് പോയി ഈ സമുദായം വളരെ അപകടത്തിലേക്ക് പോവാണ്. ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കും ഇന്ത്യൻ മുസ്ലിം. ഭീഷണിപ്പെടുത്തൽ പേടിപ്പിക്കുകയല്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാകും, UP ഇതിൻ്റെ പേരിൽ എത്ര പള്ളികളാണ് ടാർപോളിട്ട് മറിച്ച് വിട്ടേക്കുന്നത്. അതേത് കേരളത്തിൽ നല്ല ഇത് ഉണ്ടായിപ്പോഴ് മുസ്ലിം പള്ളികൾക്ക് തുറന്നു കൊടുക്കായിരുന്നു, അവർക്ക് വിശ്രമിക്കാനും വിനിയോഗിക്കാനൊക്കെ ഉണ്ട്. അതാണ് കേരളം മറ്റ് UP തമ്മിൽ വ്യത്യാസം, അല്ലെങ്കിൽ വടക്കേന് തമ്മിൽ വ്യത്യാസം. ആ വടക്കേൻ്റെ സംസ്കാരം ഇവിടെ കേരളത്തിൽ ഇതുപോലെ വരും. BJP സംഘപരിവാർ അധികാരത്തിൽ വന്നാൽ അത് തന്നെ വരുമല്ലോ. അത് നിങ്ങൾ കൂട്ടു നിൽക്കില്ലേ? നിങ്ങൾ കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കില്ല, അത് സാധ്യതയുണ്ട്. ഈ പൂജാ സിനിമ എടുത്ത് സട കൊടുത്ത് കഴിഞ്ഞിട്ടും നിങ്ങൾ ആ കാര്യം നിങ്ങൾ മിണ്ടാതിരുന്നാലോ, നിങ്ങൾ കേസ് പിൻവലിക്കാതെയായിട്ട്. ഇപ്പോൾ പോലീസ് മനസ്സിലായില്ലേ, ഭരണകൂടത്തെ മനസ്സിലായില്ലേ, ഭരണകൂടത്തിന് അത് താല്പര്യമൊന്നുമില്ല. 10 വോട്ട് ക്രിസ്ത്യൻ വോട്ട് BJP പോയാൽ അവർക്ക് നേട്ടമാണ്. പോലീസ് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്? ഒരാളെ കൊണ്ടുപോയി പിടിച്ചിട്ട് ഇത്രയും പ്രായമുള്ള ആൾ കൊണ്ടുപോയി അവൻ ചത്തുപോയി കഴിഞ്ഞാൽ പരിച്ചു പോയി കഴിഞ്ഞാൽ ആ പോലീസ് പിന്നെ സഭാൻ പറയട്ടെ, കോടതിക്ക് എന്ന് പറയാൻ പറ്റും, കൊണ്ടുപോയി 3 ദിവസം റിമാൻഡ് ചെയ്യുക. അതുകൊണ്ട് എന്ത് നേട്ടം മുസ്ലിങ്ങൾക്ക്? അതുകൊണ്ട് അവർക്ക് വളരെ ആവശ്യം കിട്ടുമല്ലോ. നിങ്ങൾ അതുകൊണ്ട് ആ പൂഞ്ഞാ സിംഹത്തെക്കാർ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പടച്ചോനകത്ത് റമളാൻ നിങ്ങൾ അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി അന്ത്യയാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവോട് ദുആ ചെയ്യും. പടച്ചോനെ ഈ ആ പഹയൻ മൊയ്തീൻ ഷെയ്ഖിനെ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തിരിച്ചു തരുന്ന പ്രാർത്ഥിക്കുക. നിങ്ങൾ മനസ്സിൽ തോന്നിക്കും. ഈ സംഭാഷകർക്ക് ആരെങ്കിലും ഈ പറഞ്ഞ കുഞ്ഞാക്കയുടെ കയ്യിലേക്ക്, ഞാനത് പല പ്രാവശ്യം പറഞ്ഞതാണ്, ഫാക്സ് ചെയ്തിട്ടുണ്ട്, 10-25 വർഷം മുമ്പിൽ ഫാക്സ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്രയും സംവിധാനം ഇമെയിലൊന്നുമില്ല, അതിപ്പോൾ എല്ലാം കൊടുത്തിട്ട് കാര്യകാരണ സഹിതം പിണങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അവസാനം നിർത്താണ്. KCBC നിങ്ങൾ വെറുതെ ജാട കയറ്റി അവരെ വിഷമിപ്പിക്കില്ലേ? അവർക്ക് ഇന്നത്തെ കണ്ടീഷനിൽ BJP ആ ഭരണകക്ഷിയിൽ BJP ആയിട്ട് ഒത്തുപോകാതിരിക്കാൻ പറ്റില്ല, വയ്യ, ഇമ്പോസിബിൾ. അപ്പോൾ നിങ്ങളത് മാറാൻ പറഞ്ഞാൽ അത് അവർക്ക് തലവേദനയാകും, അവർക്ക് പ്രശ്നമാക്കുള്ളൂ. അത് എന്ത് ചെയ്താലും അവർക്ക് മാറാൻ പറ്റില്ല. അതുപോലെ കോൺഗ്രസ് നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കില്ലേ? മുസ്ലിം സമുദായം നശിപ്പിച്ചോളല്ലേ? നിങ്ങൾ സ്വയം നശിക്കുകയും ചെയ്യില്ലേ? ദയവ് ചെയ്ത് എൻ്റെ സംഭാഷണം കേൾക്കുന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ നോൺ മുസ്ലിമായ നേതാക്കളെ, വ്യക്തികളെ, നിങ്ങൾ കുഞ്ഞാക്കാനെ കണ്ട് കാര്യം പറഞ്ഞ്, തങ്ങളെ കണ്ട് കാര്യം പറഞ്ഞ് അവരൊരു ജനറൽ കൗൺസിൽ വിളിച്ചുകൂട്ട്, എന്നിട്ട് ചർച്ച ചെയ്യേ. ഒറ്റ വാക്ക് തിരിച്ചാൽ ഞാൻ മുസ്ലിം എന്ന വാക്ക് പാർട്ടിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, വീട് തെറ്റിദ്ധരിക്കുക, പാർട്ടിയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഒരാൾ നിന്ന് ജയ് ഹിന്ദ്.